ഫാഷൻ ലോകത്ത് തിളങ്ങാൻ നിങ്ങൾ തയ്യാറാണോ? ഇനി കുറച്ച് സമയം മാത്രം മതി, നിങ്ങൾക്കും ഫാഷൻ ഡിസൈനർ ആവാം. UGC അംഗീകൃത യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റിനോടൊപ്പം പുതിയ കാലഘട്ടം ആവശ്യമാക്കുന്ന AI ഫാഷൻ ഡിസൈനിങ്ങും പഠിക്കാം. സ്കിൽഷോറിൽ നിന്നും ഇൻഡസ്ട്രി റെലവൻറ്റ് കോഴ്സുകൾ, അതും കുറഞ്ഞ ഫീസിൽ. നിങ്ങളുടെ കഴിവുകളും കലാപരമായ സ്വപ്നങ്ങളും ഒത്തുചേർന്ന് നിങ്ങളുടെ ഫാഷൻ കരിയർ ആരംഭിക്കാം. ഇതാണ് അവസരം, ഇനി വൈകരുത്. ഇന്ന് തന്നെ സ്കിൽഷോറിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ഡിസൈനിങ് യാത്ര തുടങ്ങൂ. ഹായ് എവരിവൺ. അപ്പം നമ്മൾ നമ്മുടെ എംബ്രോയ്ഡറി ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എംബ്രോയ്ഡറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗാർമെൻറ്റിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന മെത്തേഡിനാണ് നമ്മൾ എംബ്രോയ്ഡറി എന്ന് പറയുന്നത്. ഇത് ഫ്രീ ഹാൻഡ് ആയിട്ടും ചെയ്യാം, മെഷീൻസ് യൂസ് ചെയ്തും ചെയ്യാം. മെഷീൻസ് യൂസ് ചെയ്ത് ചെയ്യുന്ന എംബ്രോയ്ഡറിനേക്കാളും ക്വാളിറ്റി വരുന്നതും എക്സ്പെൻസ് വരുന്നതും നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ട് ചെയ്യുന്ന എംബ്രോയ്ഡറിക്കാണ്. ഇത് കാണാനും കൂടുതൽ ഭംഗിയാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് വരുന്നത് എംബ്രോയ്ഡറി ഹൂപ്പാണ്. ഈ ഹൂപ്പ് പല സൈസിൽ കിട്ടും നമുക്ക്. ഇതിപ്പോൾ 10 ഇഞ്ചിൻ്റെ ഒരു ഹൂപ്പാണ്, ഇതൊരു 7 ഇഞ്ചിൻ്റെ ഹൂപ്പാണ്. 2 ടൈപ്സ് എംബ്രോയ്ഡറി ഹൂപ്പാണ് നമ്മളിപ്പോൾ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതുപോലെ പല ടൈപ്പ് ഇഞ്ചസ് ഉള്ള ഹൂപ്പും അവൈലബിൾ ആണ്. ഈ ഹൂപ്പിന് 2 പോർഷൻസ് ഉണ്ട്. അതായത് ഹൂപ്പിൻ്റെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയും. ഒരു ഹൂപ്പ് തന്നെ 2 ആയിട്ടാണ് ഈ കാണുന്നത്. ഓക്കെ അല്ലേ? ഈ രീതിയിൽ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയും. ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് എംബ്രോയ്ഡറി ഹൂപ്പ് എന്നുള്ളത്. നെക്സ്റ്റ് എംബ്രോയ്ഡറി ത്രെഡ്. നമ്മൾ സാധാ ത്രെഡിൽ നിന്നും ഡിഫറെൻ്റ് ആണ് എംബ്രോയ്ഡറി ത്രെഡ്. ഈ ഒരു ത്രെഡിൽ തന്നെ 6 ചാൻസ് ത്രെഡ് ഉണ്ട്. അതായത് നമ്മൾ നോർമൽ ത്രെഡില്ലേ, അതുപോലത്തെ 6 ത്രെഡ് ജോയിൻ ചെയ്ത ത്രെഡാണ് ഒരു എംബ്രോയ്ഡറി ത്രെഡ് എന്ന് പറയുന്നത്. നമുക്കിത് 3യിലും ചെയ്യാം, 6യിലും ചെയ്യാം. 3യിൽ ചെയ്യുന്നത് കൂടുതൽ ഭംഗിയുള്ളതാണ്, പക്ഷെ കുറേ സമയം എടുക്കും. ചെറുതായതുകൊണ്ട് കുറച്ച് സമയം എടുത്താണ് ചെയ്യുക. നെക്സ്റ്റ് ആണ് നീഡിൽ. നമുക്കിതുപോലെ ഒരു നീഡിൽ ബോക്സ് അവൈലബിൾ ആവും. ഇതിൽ എല്ലാ സൈസ് നീഡിൽസും ഉണ്ട്, ചെറുതും വലുതും എല്ലാം ഉണ്ട്. നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ട നീഡിലിന് കുറച്ച് ഹോള് വേണം. സാധാ നീഡിലിനെക്കാളും ഹോള് വരണം ആ നീഡിലിന്. കാരണം 6 ത്രെഡ് ഇൻസേർട്ട് ആവാൻ പറ്റിയ രീതിയിലുള്ള നീഡിൽസ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ ത്രെഡ് കട്ടർ. ത്രെഡ് കട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ എംബ്രോയ്ഡറി ചെയ്ത് കഴിഞ്ഞതിന് ശേഷമൊക്കെ ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ക്ലോത്ത് കട്ട്, സിസർ. സിസർ യൂസ് ചെയ്യുന്നത് നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ക്ലോത്ത് കട്ട് ചെയ്യുന്ന സിസർ ഒരിക്കലും നമ്മൾ പേപ്പറോ മറ്റു വസ്തുക്കളോ ഒന്നും കട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഇതിൻ്റെ സിസറിൻ്റെ ഷാർപ്നെസ് പോവും. അപ്പം ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് പോപ്ലിൻ ക്ലോത്ത്. ഇത് ബ്ലാക്കും വൈറ്റും അതുപോലെ ഒരുപാട് കളേഴ്സും അവൈലബിൾ ആണ്. നമ്മളിവിടെ ബ്ലാക്കിലോ വൈറ്റിലോ ആണ് എംബ്രോയ്ഡറി ചെയ്യുന്നത്. പോപ്ലിൻ ക്ലോത്ത് കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നല്ല കോട്ടൺ ആണ് പോപ്ലിൻ ക്ലോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എംബ്രോയ്ഡറിക്ക് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്. അപ്പോൾ ഇതാണ് നമ്മുടെ എംബ്രോയ്ഡറി ഹൂപ്പ് എന്ന് പറയുന്നത്. നമ്മൾ മെറ്റീരിയൽസ് ഒക്കെ കണ്ടില്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഹൂപ്പിലേക്ക് എങ്ങനെയാണ് ഈ ഫാബ്രിക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു ഹൂപ്പ് ഈ രീതിയിൽ 2ആക്കി സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഇതിന് നിങ്ങൾക്ക് കാണാം ഒരു സ്ക്രൂല്ലേ, അതായത് നമുക്ക് ഫാബ്രിക് അറ്റാച്ച് ചെയ്തതിന് ശേഷം ആ ഫാബ്രിക് ടൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സ്ക്രൂ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഹൂപ്പിൻ്റെ ഈ ഒരു പോർഷൻ നമുക്ക് ആദ്യം ഈ രീതിയിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ ഫാബ്രിക് വെച്ച് കൊടുക്കുക. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നമ്മുടെ ഹൂപ്പ് ഈ സ്ക്രൂ വരുന്ന ഈ ഒരു ഹൂപ്പിൻ്റെ പോർഷൻ ഫ്രണ്ടിലാക്കി വെച്ച് ഇതിലേക്ക് ഈ രീതിയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. സ്ക്രൂ നമുക്കിവിടെ ലൂസ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര ലൂസിലാണോ ഇൻസേർട്ട് ചെയ്യേണ്ടത് അതിൻ്റെ രീതിയിൽ സ്ക്രൂ ഇങ്ങനെ ലൂസ് ചെയ്ത് കൊടുക്കാം. ഇനി ഫാബ്രിക് ഇട്ടതിന് ശേഷം ആദ്യം ഫാബ്രിക് ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്യാം. നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഫാബ്രിക് നല്ല കറക്റ്റ് ടൈറ്റിൽ നിന്നാലേ ഒരു നീറ്റിൽ എംബ്രോയ്ഡറി ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്കിവിടെ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. എത്ര ടൈറ്റ് വേണോ അത്രയും ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഫാബ്രിക് നല്ല രീതിയിൽ വലിച്ച് ഒരു നല്ല ടൈറ്റിൽ വെച്ച് കൊടുക്കുക. ഓക്കെ, ഈ രീതിയിലാണ് ഫാബ്രിക് ഹൂപ്പിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു ക്ലോത്തിലെ സ്പ്രെഡായിട്ട് കിടക്കുന്ന ഈ ക്ലോത്ത് കട്ട് ചെയ്ത് ത്രെഡ് ഇട്ടതിന് ശേഷം നമുക്ക് വേണ്ട രീതിയിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഓൾറെഡി ഒന്ന് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടോ? 4 പോർഷനും ഫാബ്രിക് കട്ട് ചെയ്ത് നമ്മുടെ സാധാ നോർമൽ ത്രെഡ് യൂസ് ചെയ്തിട്ട് ഈ രീതിയിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? കാണുന്നില്ലേ?
ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ ഫ്രണ്ടിലേക്കൊന്നും നല്ല ഈ ത്രെഡ് ഇങ്ങനെ ഇല്ലാതെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് എംബ്രോയ്ഡറി ത്രെഡ് ഇൻസേർട്ട് ചെയ്യേണ്ടത് എന്ന് നോക്കാം. നമ്മുടെ നീഡിൽ, എംബ്രോയ്ഡറിക്ക് യൂസ് ചെയ്യുന്ന നീഡിൽ ഈ ഒരു ഹോള് കണ്ടില്ലേ, എംബ്രോയ്ഡറി ത്രെഡ് നമുക്ക് 6 ത്രെഡാണുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള നീഡിൽസ് യൂസ് ചെയ്യാം. ഇനി ഈ നീഡിലേക്ക് എംബ്രോയ്ഡറി ത്രെഡ് ഇൻസേർട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ നീഡിലേക്ക് ത്രെഡ് ഇൻസേർട്ട് ചെയ്തെടുക്കാം. നോർമലി നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന രീതിയിൽ ഇൻസേർട്ട് ചെയ്യാം. പക്ഷെ നോട്ട് ഇടുന്ന സമയത്ത് ഈ ത്രെഡിൻ്റെ ഈ അറ്റവും മറ്റേ എൻഡും കൂടെ ഒരുമിച്ച് നോട്ടിടാൻ പാടില്ല. ഇതാണ് ഈ ഒരു ത്രെഡിൻ്റെ ഒരു എൻഡ്, ഇത് മറ്റേ എൻഡ്, നീഡിൽ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ഈ എൻഡ്. ഇത് രണ്ടും ഒരുമിച്ചല്ല നമ്മൾ നോട്ടിടുക. ഈ എൻഡ് ഈ രീതിയിൽ തന്നെ വെക്കും. അതായത് നീഡിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ഇത് ഇങ്ങനെ തന്നെ വെച്ച് ഈ ഒരു അറ്റം മാത്രം ഇതിങ്ങനെ ഇവിടെ നോട്ട് ചെയ്ത് കൊടുക്കും. എന്നിട്ടാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്യൽ. ഒരിക്കലും നിങ്ങൾ എംബ്രോയ്ഡറി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ രണ്ട് പോർഷനും, രണ്ട് എൻഡും ഒരുമിച്ച് വെച്ച് നോട്ടിടാൻ പാടില്ല കേട്ടോ. അതായത് ഒരുമിച്ച് ഈ രീതിയിൽ നമ്മൾ സാധാരണ നമ്മൾ എങ്ങനെയാണോ നീഡിലേക്ക് ത്രെഡ് ഇൻസേർട്ട് ചെയ്ത് നോട്ട് ഇടുന്നത് ആ രീതിയിലല്ല. രണ്ടും ഒരുമിച്ച് നോട്ട് ഇടരുത്. ഒരറ്റം മാത്രം നോട്ട് ഇട്ട് കൊടുക്കുക, മറ്റേ അറ്റം ഈ രീതിയിൽ വെക്കുക. എന്നിട്ടാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്യേണ്ടത്. അപ്പം എല്ലാവർക്കും മെറ്റീരിയൽസും അതുപോലെ തന്നെ എങ്ങനെയാണ് എംബ്രോയ്ഡറി ഹൂപ്പിലേക്ക് ഫാബ്രിക് അറ്റാച്ച് ചെയ്യുക, എങ്ങനെയാണ് നീഡിൽ യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്